everyone, welcome to Competitive Cracker. എൻ്റെ പേര് സുറുമി. ജനുവരിയിൽ നടക്കാനിരിക്കുന്ന സെറ്റ് ഹിന്ദി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? സിലബസ് എന്താണെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? എന്നാൽ നമുക്ക് ആദ്യം സിലബസ് ഒന്ന് നോക്കിയാലോ. ഹിന്ദിയുടെ സിലബസില് ടോട്ടൽ 6 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. ഓക്കെ, 6 യൂണിറ്റുകളായിട്ടാണ് സെറ്റ് ഹിന്ദിയുടെ സിലബസിനെ തിരിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹിന്ദി സാഹിത്യ का इतिहास आदिकाल से पूर्व भारतीय युग तक, അതായത് ആധുനിക കാലഘട്ടത്തിന് മുമ്പ് വരെ. എവിടെ മുതൽ? ആദ്യ കാലഘട്ടം മുതൽ. ആദികാലം, ഭക്തികാലം, രീതികാലം എന്നിവയാണ് ഏത് യൂണിറ്റിൽ വരാ? ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ സെക്കൻഡ് യൂണിറ്റ് നമുക്ക് നോക്കാം. ഹിന്ദി സാഹിത്യ का इतिहास भारतीय युग से 1940 तक, ഏത് കാലഘട്ടം വരെയാണ്? 1940 വരെ. എവിടെ മുതല്? ഭാരതീയ യുഗം മുതൽ. ഓക്കെ, ഭാരതീയ യുഗ, ദ്വിവേദി യുഗ ഒക്കെ വരുന്നുണ്ട്. ദെൻ 1940 വരെയുള്ള രചനകളാണ് ഈ ഭാഗത്തായിട്ട് വരുന്നത്. ദെൻ യൂണിറ്റ് 3ലോ ആധുനിക കാലം, 1940 മുതൽ 2015 വരെയുള്ള കാലഘട്ടമാണ് യൂണിറ്റ് 3ൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 4ൽ നോക്കിയാലോ. യൂണിറ്റ് 4ല് ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലാംഗ്വേജ് ആൻഡ് സ്ട്രക്ചറൽ ഗ്രാമർ. ഓക്കെ, നമുക്ക് നമ്മുടെ ഭാഷയുടെ ഹിസ്റ്ററി പഠിക്കണം അല്ലേ? നമ്മുടെ ഭാഷയെ കുറിച്ച് വളരെ നല്ല രീതിയിൽ പഠിക്കണം. ഹിന്ദി ലാംഗ്വേജ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഹിന്ദി ഭാഷയുടെ ഗ്രാമർ കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് യൂണിറ്റ് 4ല്. ദെൻ യൂണിറ്റ് 5 നോക്കുക. വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ലിറ്റററി തോട്ട്സ്, പ്രോസഡി ആൻഡ് പോയറ്റിക്സ്. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് പാശ്ചാത്യ കാവ്യശാസ്ത്രവും ഭാരതീയ കാവ്യശാസ്ത്രവുമാണ് എവിടെ വരുന്നത്? യൂണിറ്റ് 5ല് വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ യൂണിറ്റ് 6 ആണ്. യൂണിറ്റ് 6ല് ഫങ്ഷണൽ ഹിന്ദി ട്രാൻസ്ലേഷൻ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ആണ് വരുന്നത്. ഫങ്ഷണൽ ഹിന്ദിയാണ് ഏത് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്? യൂണിറ്റ് 6ല്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ്. വളരെ എളുപ്പമാണ്, പക്ഷെ എന്നാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു മാസം കൊണ്ടൊന്നും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിലബസ് അല്ല. പിന്നെ എന്താണ്? സിലബസിന്റെ പാറ്റേൺ, അതായത് എക്സാമിന്റെ പാറ്റേണിനും വ്യത്യാസമുണ്ട്. ഇപ്പൊ നെറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. മറക്കണ്ട, കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ലോങ് ടൈം ബാച്ച് സെറ്റിന്റെ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.